ഞാൻ ത്രേസ്യാമ്മ ജോൺ. എനിക്ക് ഷോക്ക് വന്ന് ഞാൻ തളർന്ന് ഇവിടെ വന്നപ്പം കയ്യും കാലും ഒന്നും അനക്കാൻ പാടില്ലായിരുന്നു. ഞാൻ ഇവിടെ വന്നാണ് സംസാരിക്കാനും നടക്കാനും ഒക്കെ തുടങ്ങിയത്. ഇവിടുത്തെ ഡോക്ടർമാരുടെ പെരുമാറ്റം, നേഴ്സുമാരുടെ പെരുമാറ്റം, ഒരു അമ്മയെ എങ്ങനെ കൊണ്ട് നടക്കുന്നോ അതുപോലെ ലാളിച്ചാണ് എന്നെ. അങ്ങനെ അവരുടെ സമീപനം കൊണ്ട് മാത്രമാണ് ഞാൻ രക്ഷപ്പെട്ടത്. മരിക്കുമെന്ന് ഓർത്തതായിരുന്നു. അതിന്ന് രക്ഷപ്പെടുത്തിയത് അവരാണ്. എൻ്റെ പേര് ജോമോൾ സതീശൻ എന്നാണ്. എൻ്റെ അമ്മ ത്രേസ്യാമ്മ. അമ്മയ്ക്ക് ഒരു വശം തളർന്നുപോയി, BP കൂടിയിട്ട് സ്റ്റോക്ക് വന്നിരുന്നു. അത് ഞങ്ങൾ അടിമാലിയാണ് താമസിച്ചിരുന്നത്. അവിടെ ആശുപത്രിയിൽ നിന്ന് നേരെ തൊടുപുഴയ്ക്ക് വന്നിരുന്നു. സർജനെ കാണണം, ന്യൂറോ സർജനെ കാണണമെന്നും പറഞ്ഞിട്ട് ഞങ്ങൾ അവിടുന്ന് തൊടുപുഴ വന്നു. തൊടുപുഴയിൽ നിന്ന് കോട്ടയത്തിന് എഴുതി തന്നു. പെട്ടെന്ന് BPക്ക് മരുന്ന് കൊടുത്തു. അവർ പറഞ്ഞത് ഫിസിയോതെറാപ്പി കൊണ്ടല്ലാതെ ഇത് മാറത്തില്ല, അതുകൊണ്ട് നിങ്ങൾ ഒരു ഫിസിയോതെറാപ്പീനെ കണ്ടിട്ട് അവിടെ പോയി ചികിത്സിക്കുന്നതാണ് നല്ലതെന്ന് പറഞ്ഞു. ഞങ്ങൾ നേരെ പാലാ മാർസ്ലീഹ മെഡിസിറ്റി എന്ന് പറയുന്ന ഒരു ഹോസ്പിറ്റൽ പാലായിലുണ്ട്. അവിടെ നേരെ ഞങ്ങൾ കോട്ടയത്തു നിന്ന് ഡിസ്ചാർജായിട്ട് പാലായിലേക്ക് വന്നു. ഇവിടെ വന്ന് അനീറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഡോക്ടറെ കണ്ട് ഡോക്ടറുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ ചികിത്സ തുടങ്ങി. എൻ്റെ അമ്മ ഒരു വശം മൊത്തം തടന്നു പോയിരുന്നു. സംസാരിക്കാനുള്ള കഴിവൊന്നും ഉണ്ടായില്ല. മുഖത്തൊക്കെ മൊത്തം നീരായിരുന്നു. ഇവിടെ വന്നതിന് ശേഷം ആ ഡോക്ടറുമായിട്ട് ബന്ധപ്പെട്ട് ഫിസിയോതെറാപ്പി ചെയ്ത് ഞങ്ങൾ കൂടുതൽ കാര്യങ്ങളൊക്കെ ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞു തന്നു. ഫിസിയോതെറാപ്പി ചെയ്തു. അവിടുത്തെ ഡോക്ടറും മറ്റേ നേഴ്സുമാരും എല്ലാവരും കൂടെ കൂടിയിട്ട് എൻ്റെ അമ്മേനെ എണീപ്പിച്ചു. ഇപ്പോൾ അമ്മയ്ക്ക് സംസാരിക്കാൻ പറ്റുന്നുണ്ട്, നടക്കാൻ പറ്റുന്നുണ്ട്, ഇപ്പോൾ തന്നെ നടക്കാറായി. ഇവിടെ വന്നതിന് ശേഷമാണ് എൻ്റെ അമ്മ നടന്നതും എഴുന്നേറ്റതും സംസാരിക്കാനും ആയത്. സന്തോഷകരമായ ഒരു പോസിറ്റീവ് എനർജിയാണ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്. തുടർന്നുള്ള ആശുപത്രിയിലെ ചികിത്സയും കാര്യങ്ങളും അവിടെ തന്നെ തുടരാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. എന്തായാലും എൻ്റെ അമ്മ ഇവിടെ വന്നതിന് ശേഷം തളർന്ന് കിടപ്പിലാകുന്നതിന് മുമ്പ് തന്നെ എഴുന്നേറ്റ് നടക്കാവുന്ന ഒരു പരുവത്തിലാക്കി തന്നത് അനീറ്റ് ഡോക്ടറും മറ്റേ സ്റ്റാഫുകളുമാണ്. അവർക്ക് ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ സ്നേഹം അറിയിച്ചു കൊള്ളുന്നു.